മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ശ്രീ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 64-ാമത്തെ വാക്യം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 64. എന്നാൽ വിശ്വസിക്കാത്തവരായ നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാൻ ഇരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. നമുക്കറിയാം, ഈശോയുടെ കൂടെ യൂദാസിന്റെ ജീവിതത്തെക്കുറിച്ചാണ് പരാമർശം. അതൊക്കെ അറിഞ്ഞെങ്കിലും അവനെ കുറ്റപ്പെടുത്തുകയോ അവനെ ദൂരെയകറ്റുകയോ ഒന്നും ചെയ്തില്ല. അവൻ കൂടെ ആയിരുന്നു എന്നതാണ് നാം വായിച്ചു കേട്ടത്. ഒരു വല്യമ്മച്ചിയുടെ ജീവിതത്തില് മരണമുണ്ടായപ്പോൾ ജനം ആകപ്പാടെ പള്ളിയിൽ തടിച്ചു. എന്തുകൊണ്ടാണ് ഈ വല്യമ്മച്ചിയുടെ മരണത്തിൽ ഇതിനുമാത്രം ആളുകൾ എന്ന് അന്ന് ശുശ്രൂഷിക്ക് വന്ന ഒരു വൈദികൻ ചോദിച്ചപ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്ന ഒരു വലിയ കഥയാണ്. ഈ അമ്മച്ചിയുടെ ഭർത്താവ് വഴിതെറ്റി മറ്റൊരു സ്ത്രീയുടെ പുറകെ പോയി വഴിവിട്ട ബന്ധമുണ്ടായി. അതെല്ലാം അറിഞ്ഞിരുന്നെങ്കിലും ഒരിക്കലും അയാളെ അകറ്റുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ ഇയാളെ സ്നേഹത്തോടെ വീക്ഷിച്ചു. മാത്രമല്ല, ആ സ്ത്രീയുടെ അടുത്ത് എന്ന് സ്നേഹത്തോടെ പറഞ്ഞു, അയാളെ വെറുതെ വിടണം, അയാളൊരു പാവമാണ്, ഇനിയും അയാളെ ഉപദ്രവിക്കരുത് എന്ന്. പക്ഷെ ഇതൊന്നും അവർ കേട്ടില്ല. അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. താമസിയാതെ ആ ഭർത്താവ് അസുഖം ബാധിച്ചു. ആ ഭർത്താവിനെ ഇതൊന്നും ഓർക്കാതെ ആ ഭാര്യ ശുശ്രൂഷിച്ചു. അങ്ങനെ ഭർത്താവ് സന്തോഷപൂർവ്വം മരണമടയുകയാണ്. അതിനുശേഷമാണ് ഈ വല്യമ്മച്ചി മരണത്തിലേക്ക് കടന്നു ചെല്ലുക. ഈ അവസരത്തിൽ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ സാധിച്ച വല്യമ്മച്ചിയുള്ള ആദരവാണ് മനുഷ്യന്റെ മനസ്സിൽ എന്ന് ആളുകൾ പറയുകയുണ്ടായി. നമ്മുടെ സഹോദരങ്ങളെ, ഈശോ തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവരാണെന്ന് അറിഞ്ഞിട്ടും അവരെ ദൂരെ അകറ്റുകയല്ല, അവരെ കൂടെ കൊണ്ടു നടന്ന് ആ സ്നേഹത്തിൽ അവരെ ഒന്നിപ്പിക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ സ്നേഹത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാലും അവ മറന്നുകൊണ്ട് സ്നേഹത്തോടെ ഇടപെടുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നു? അതല്ലേ ക്രൈസ്തവ ജീവിതം? നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.